നമസ്കാരം. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിക്ക് പിന്നിൽ എന്താണ്? ഈ ജനസംഘം ഉയർത്തിയ മുദ്രാവാക്യവും അമിത്ഷായുമൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച ആദ്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ജമ്മു കാശ്മീരിൻ്റെ പദവി സംബന്ധിച്ചിട്ടുള്ള ബില്ലിൻ്റെ ഒരു ചർച്ചയ്ക്കിടെ പ്രതിപക്ഷത്തിന് മറുപടി പറയവേ ഒരു പഴയ ജനസംഘത്തിൻ്റെ മുദ്രാവാക്യം അത് അദ്ദേഹം ഇങ്ങനെ ആവർത്തിക്കുകയുണ്ടായി. ഏക് ദേശ് മേം ദോ വിധാൻ ദോ പ്രധാൻ ഓർ ദോ നിഷാൻ നഹി ഹോ സക്തേ. ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടനകളും രണ്ട് പ്രധാനമന്ത്രിമാരും രണ്ട് പതാകകളും ഉണ്ടാകില്ല എന്ന്. അതായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം. അത് ജനസംഘത്തിൻ്റെ പഴയ മുദ്രാവാക്യമാണ്. ജമ്മു കാശ്മീരിലുള്ള പ്രത്യേക പദവി അസാധുവാക്കലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് അഭിമുഖീകരിക്കുമ്പോൾ BJPയുടെ ആശയപരമായിട്ടുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്ക് അടിവരയിടുവാൻ അമിത്ഷാ ശ്രമിച്ചു. അത് BJPയുടെ മുൻഗാമിയായിട്ടുള്ള ഭാരതീയ ജനസംഘ് കാലം മുതലുള്ളതായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനുമായി സമ്പൂർണ്ണമായിട്ട് സംയോജിപ്പിക്കുക എന്നത് ജനസംഘത്തിൻ്റെ തീരുമാനമായിരുന്നു. ജനസംഘം സ്ഥാപകനായിട്ടുള്ള ശ്യാം പ്രസാദ് മുഖർജിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആശയം. ആ ആശയം നിറവേറ്റുന്നതിനാണ് 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് എന്ന് തന്നെ തൃണമൂൽ കോൺഗ്രസ്, അതായത് TMCയുടെ MP ആയിട്ടുള്ള സൗഗത് റായു പറഞ്ഞതിനോട് പ്രതികരിക്കവെയാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇക്കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞതെന്ന് ലോക്സഭയിൽ. അതായത് ജമ്മു കാശ്മീരിന് നൽകിയ പ്രത്യേക പദവിക്ക് പിന്നിൽ എന്താണ് എന്നാണ് ചോദ്യം. എന്തായിരുന്നു ആ പ്രത്യേക പദവി? ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ വന്നതിനു ശേഷം UN രക്ഷാ കൗൺസിൽ പ്രമേയം 47 പ്രകാരം ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിർണ്ണയിക്കുവാൻ ഒരു ജനഹിത പരിശോധന നടത്തുന്നതിന് ഇരു രാജ്യങ്ങളോടും നിർസൈനികവൽക്കരണം ഡീമിലിറ്ററൈസ് നടത്താൻ ആവശ്യപ്പെടുന്നു. എന്നാൽ നിർസൈനികവൽക്കരണം ഇരുവശത്തും നടന്നിട്ടില്ലാത്തതിനാൽ തന്നെ പ്രമേയം നിർജീവമായി തുടർന്നുകൊണ്ടേയിരുന്നു. ജമ്മു കാശ്മീരിനെ പൂർണ്ണമായും രാജ്യത്തിൻ്റെ തന്നെ അവിഭാജ്യ ഘടകമായാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ മുമ്പിൽ ജമ്മു കാശ്മീർ ഒന്നാണ്. എന്നിരുന്നാലും മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ വ്യവസ്ഥകൾ അത് ആവശ്യമാണ് എന്ന് ജവഹർലാൽ നെഹ്റു, മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സർക്കാർ, നെഹ്റുവിൻ്റെ സർക്കാർ അന്ന് കരുതി വച്ചിരുന്നു. ഇത് വ്യവസ്ഥാപിതമാക്കുന്നതിന് കാശ്മീരിൻ്റെ കാര്യത്തിൽ പ്രതിരോധം, വിദേശകാര്യം, കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ മാത്രമാണ് ആർട്ടിക്കിൾ 370 പാർലമെൻറ്റിന് അധികാരം നൽകിയത് എന്നുള്ളതാണ്. ഈ 3 തലങ്ങൾക്കപ്പുറം ഇന്ത്യൻ നിയമങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമല്ല. സംസ്ഥാനത്ത് പുറത്തു നിന്നുള്ള ഇന്ത്യക്കാർക്ക് ഇവിടം സന്ദർശിക്കുവാൻ പ്രത്യേകമായിട്ടുള്ള അത്തരത്തിലൊരു പെർമിറ്റ് ആവശ്യമാക്കുകയും ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങുന്നതിലുൾപ്പെടെ ആ ഭൂമി വാങ്ങുന്നതിൽ നിന്ന് പോലും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർക്ക് കഴിയില്ല. ഈ ക്രമീകരണത്തിന് കീഴിലെത്തുമ്പോൾ നാഷണൽ കോൺഫറൻസിൻ്റെ ജമ്മു കാശ്മീർ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഷെയ്ഖ് അബ്ദുള്ള 1951 വൻകിട ഭൂസ്വത്ത് നിർമ്മാർജ്ജന നിയമപ്രകാരം വൻകിട ഭൂവുടമകൾ യാതൊരു നഷ്ടപരിഹാരവും നൽകാതെ ഭൂപരിഷ്കരണം നടപ്പാക്കുകയായിരുന്നു. ഈ നീക്കം ഭൂ ഉടമകളായിട്ടുള്ള ഹിന്ദു ഡോഗ്രസിനെ അവരെ സാരമായി ബാധിക്കുകയായിരുന്നു. അവിടെ അദ്ദേഹം ഒരു ഉറുദു ഔദ്യോഗിക ഭാഷയായിട്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇത് മുൻ RSS സ്വയം സേവകനും ജമ്മുവിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനുമായിട്ടുള്ള പ്രേംനാഥ് ദോഗ്രയുടെ പ്രജാപരിഷത്ത് ഷെയ്ഖ് അബ്ദുള്ളക്കെതിരെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രക്ഷോഭത്തിന് കാരണമായി മാറി. സംസ്ഥാന പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം പ്രേംനാഥ് ദോഗ്രയെയും അനുയായികളെയും അറസ്റ്റ് ചെയ്ത വിഷയം ജനസംഘം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് ജമ്മു കാശ്മീരിലെ ഭരണഘടനാ അസംബ്ലി അത് സംസ്ഥാനത്തിന് ഒരു പതാക അത് സ്വീകരിക്കുന്നതിനെയും ജനസംഘവും എതിർത്തിരുന്നു. ആരാണ് മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ 1952 ജൂൺ മാസം 26 ഇന്ത്യയുമായിട്ടുള്ള സമ്പൂർണ്ണ ഏകീകരണം അംഗീകരിക്കാൻ ജമ്മു കാശ്മീരിനെ ബോധ്യപ്പെടുത്താൻ ശ്യാം പ്രസാദ് മുഖർജി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ഇതോടെയാണ് ജനസംഘവും പ്രജാപരിഷത്തും മുദ്രാവാക്യം മുന്നോട്ട് വച്ചത്. വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയോടുള്ള കേന്ദ്രത്തിൻ്റെ സഹിഷ്ണുത അത് കുറഞ്ഞു തുടങ്ങി. 1952 ജൂലൈയിൽ 2 സർക്കാരുകളും ഡൽഹി കരാറിൽ ഒപ്പുവെച്ചു.
ആ ഒപ്പുവെച്ച അതിൽ ആദ്യമായി കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിലും മൗലിക അവകാശങ്ങളിലും സുപ്രീം കോടതിയുടെ യഥാർത്ഥമായിട്ടുള്ള അധികാര പരിധി അത് ജമ്മു കാശ്മീർ അംഗീകരിക്കുകയും ചെയ്തു. അതായത് എല്ലാ സിവിൽ ക്രിമിനൽ കേസുകളിലും അതിൻ്റെ അപ്പീൽ എന്ന് പറയപ്പെടുന്നത്, അതിൻ്റെ അപ്പീൽ അധികാര പരിധി എന്ന് പറയപ്പെടുന്നത് അംഗീകരിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിൻ്റെ പതാക ഉപയോഗത്തിൽ നിലനിൽക്കുമെങ്കിലും അത് ഇന്ത്യൻ പതാകയുടെ മേൽക്കോയ്മയും അംഗീകരിച്ചുകൊണ്ടേയിരുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ഉണ്ടായാൽ സംസ്ഥാനത്തിൻ്റെ സമ്മതത്തിന് വിധേയമായിട്ട് ആർട്ടിക്കിൾ 352 പ്രകാരം സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവും, അത്തരത്തിലൊരു അധികാരമുണ്ട്, ആ അധികാരവും അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് BJP തങ്ങളുടെ അജണ്ടയിൽ കാശ്മീരിനെ കേന്ദ്രബന്ധുവായി നിലനിർത്തിയത് എന്നൊരു ചോദ്യമുണ്ടാകും. അത് ഈ LK അദ്വാനിയും ഒപ്പം തന്നെ അരുൺ ജെയ്റ്റ്ലിയും പോലുള്ള BJPയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ പലപ്പോഴും ഈ കാശ്മീരിനെ ഇന്ത്യയിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള ഈ ആദ്യകാല നേട്ടത്തിന് ജനസംഘത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമ്മർദ്ദത്തിന് അവകാശപ്പെട്ടതാണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രജാപരിഷത്ത് ആ ഡൽഹി ഉടമ്പടി നിരസിക്കുകയായിരുന്നു. 1900 ഒക്ടോബറോടുകൂടി ജമ്മു കാശ്മീർ ഭരണഘടനാ അസംബ്ലി അതിൻ്റെ തലവനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു പ്രക്ഷോഭം ആസൂത്രണം ചെയ്യുക ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്. 1952 നവംബറിൽ അസംബ്ലി, അതായത് അപ്പോഴേക്കും ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ആ അസംബ്ലി കരൺ സിംഗിനെ സംസ്ഥാന തലവനായി സദറി റിയാസത്ത് തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പ്രജാപരിഷത്ത് പ്രക്ഷോഭം ആരംഭിച്ചു. ഡോഗ്രയും പ്രജാപരിഷത്തിൻ്റെ മറ്റു നേതാക്കളും വീണ്ടും അറസ്റ്റിലാവുകയാണ്. കാൺപൂരിൽ 1952 ഡിസംബറിൽ നടന്ന അതിൻ്റെ ആദ്യ വാർഷിക സമ്മേളനത്തിൽ അന്ന് ജമ്മു കാശ്മീരും ഇന്ത്യയുമായുള്ള ഏകീകരണം സംബന്ധിച്ചുകൊണ്ട് ജനസംഘം, പ്രജാപരിഷത്ത് നേതാക്കൾ അവർ ഈ ജമ്മു കാശ്മീർ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനസംഘം ഒരു വട്ടമേശ സമ്മേളനം അവിടെ ആവശ്യപ്പെട്ടു. അത് പരാജയപ്പെട്ടാൽ ജമ്മു കാശ്മീരിൻ്റെ ഇന്ത്യയിലേക്കുള്ള സമ്പൂർണ്ണമായിട്ടുള്ള സംയോജനത്തിനായിട്ട്, സമ്പൂർണ്ണമായിട്ട് ഒന്നിച്ചു ചേർക്കുക, അതിനായിട്ട് അഖിലേന്ത്യാ പ്രക്ഷോഭത്തെക്കുറിച്ച് വരെ ജനസംഘം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശ്യാമപ്രസാദ് മുഖർജിയുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു, അല്ലേ? അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ അകമ്പടിയോടെ ശ്യാമപ്രസാദ് മുഖർജി 1953 മെയ് മാസത്തിൽ അനുമതിയില്ലാതെ ജമ്മു കാശ്മീർ ആദ്യമായി സന്ദർശിക്കുന്നു. ഇത് കാശ്മീരിൻ്റെ പ്രത്യേക പദവിക്കെതിരായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ആദ്യമായിട്ടുള്ളത്. അവർ ട്രെയിനിൽ പഞ്ചാബിലെ പത്താൻകോട്ടിലേക്ക് പോകുന്നു. തുടർന്ന് 1953 മെയ് 11 റോഡ് മാർഗം ജമ്മു കാശ്മീരിലേക്ക് അവർ കടക്കുകയാണ്. പോലീസ് ശ്യാമപ്രസാദ് മുഖർജി അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. വാജ്പേയിയുടെ ജീവചരിത്രത്തിൽ തന്നെ അഭിഷേക് ചൗധരി എഴുതിയത് പ്രകാരമാണെങ്കിൽ ആ സംഭവം ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. അതായത് ശ്യാമപ്രസാദ് മുഖർജി വാജ്പേയിയോട് ഡൽഹിയിലേക്ക് മടങ്ങാൻ പറഞ്ഞതായിട്ടും അനുമതിയില്ലാതെ വന്നപ്പോൾ ജമ്മു കാശ്മീരിൽ പ്രവേശിച്ചുവെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയാണ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 8 മൈൽ അകലെയായിട്ടുള്ള ഒരു കോട്ടേജിലേക്കാണ് അപ്പോൾ ഈ ശ്യാമപ്രസാദ് മുഖർജിയെ പാർപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ഈ വസ്തുത. അവിടെ വെച്ച് പെട്ടെന്ന് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയാണ്. ജൂൺ 23 അദ്ദേഹം പക്ഷേ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യാത്ര എന്ന് പറയപ്പെടുന്നത്. രാജസ്ഥാനിലെ ഒരു പത്രപ്രവർത്തകൻ മുഖർജി ഇനി ഇല്ലെന്നറിയിച്ചപ്പോൾ ജനസംഘം അഗാധമായിട്ടുള്ള ദുഃഖത്തിൽ മുങ്ങിപ്പോയതായിട്ടാണ് അദ്വാനി തൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പലപ്പോഴും അനുസ്മരിച്ചിട്ടുള്ളത്. ഇത് കാശ്മീരിനെ സംയോജിക്കുന്നതിനുള്ള രക്തസാക്ഷിയായി അവതരിപ്പിക്കുവാൻ കഴിയുന്ന അത്തരത്തിലൊരാളെ ജനസംഘത്തിന് നൽകുകയാണ് ചെയ്തത് ശ്യാമപ്രസാദ് മുഖർജിയിലൂടെ. സഖ്യകക്ഷികളായിട്ടുള്ള RSS സംഘടനകളിൽ ഒരു ജനപ്രിയ മുദ്രാവാക്യം ഉണ്ടാകുന്നു, ജഹാൻ ഹു ബലിദാൻ മുഖർജി ഓ കാശ്മീർ ഹമാരാ ഹെ. മുഖർജി രക്തസാക്ഷിത്വം ഭരിച്ച കാശ്മീർ അത് നമ്മുടേതാണ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ ജമ്മു കാശ്മീരിൻ്റെ ഒരു ചരിത്രമുണ്ട് BJPക്ക്. ജമ്മു കാശ്മീരിനെ സംയോജിക്കുന്നതിൽ ഒരു ചരിത്രമുണ്ട് BJPക്ക് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാനിതിലൂടെ. ശ്യാമപ്രസാദ് മുഖർജിയെ മറക്കാതിരിക്കണമെങ്കിൽ, അടൽ ബിഹാരി വാജ്പേയിയെ മറക്കാതിരിക്കണമെങ്കിൽ
നമ്മൾ ഇന്ന് 2023 സുപ്രീം കോടതി ഉണ്ടാക്കിയെടുത്ത വലിയ വിധിയുണ്ടല്ലോ, അതും നമ്മൾ മറക്കില്ല. കാരണം ആ വിധി ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് കൊടുത്തത് വലിയൊരു തുണയായിരുന്നു. ആ തുണയ്ക്ക് ആദ്യം അടിസ്ഥാനമിട്ടത് BJPയുടെ അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയുടെ പാത പിന്തുടർന്ന അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ളവർ, ഇന്നിതാ നരേന്ദ്രമോദി അടക്കമുള്ളവർ, അമിത്ഷാ അടക്കമുള്ളവർ അതിന് പിന്നിൽ നിന്നുകൊണ്ട് ജമ്മു കാശ്മീരിനെ ഒന്നിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തി എന്നുള്ളത് ശ്ലാഘനീയമാണ് എന്ന് പറയേണ്ടി വരുന്നു. അതിനുള്ളൊരു മുദ്ര ചാർത്തൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ പരമോന്നത വിധിയും.